കണ്ണൂരിൽ ഷാഫി പറമ്പലിന്റെ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നതിന് വനിതാ ലീഗിന് വിലക്ക്. വനിതാ ലീഗ് പ്രവർത്തകർ അഭിവാദ്യം അർപ്പിച്ചാൽ മതിയെന്ന് നിർദ്ദേശം. ആവേശത്തിമിർപ്പിന് മതപരമായ നിയന്ത്രണം അനുവദിക്കുന്നില്ലെന്ന് ലീഗ് നേതാവ് പി.കെ. ഷാഹുൽ ഹമീദിന്റെ ശബ്ദ സന്ദേശം പുറത്ത്. സഹോദരിമാരോട് ഈ പരിപാടിയിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കും. എന്നാൽ ഈ റോഡ് ഷോയിലോ പ്രകടനത്തിലോ വനിതാ ലീഗിന്റെ പ്രവർത്തകന്മാർ പങ്കെടുക്കേണ്ടതില്ല. ഒരിക്കലും ആഘോഷപരമായ ആവേശത്തിമിർപ്പിന് അനുസരിച്ചുള്ള ഒരു പ്രതികരണത്തിലേക്ക് നമ്മുടെ മതപരമായ നിയന്ത്രണം നമ്മൾ അനുവദിക്കുന്നില്ല എന്നതുകൊണ്ട് ആ പരിപാടികളിൽ നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാവണം എന്ന് പാർട്ടി ആവശ്യപ്പെടുന്നില്ല. മറിച്ച് ഈ പരിപാടിയിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണം. നിങ്ങളുടെ അഭിവാദ്യം പ്രിയപ്പെട്ട നമ്മുടെ എംപിക്ക് സമർപ്പിക്കാനുള്ള അവസരവും ഉണ്ടാകും. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സജോ, ഈ ശബ്ദ സന്ദേശം പുറത്തു വന്ന ശേഷമുള്ള പ്രതികരണങ്ങൾ ഏതു വിധത്തിലാണ്? വേണു, ഇക്കാര്യത്തിൽ ലീഗ് നേതൃത്വം പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല. അവർ വിശദീകരിക്കും എന്ന് നമ്മൾ കരുതുകയാണ്. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതിന് പിന്നാലെ വടകര ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ നിയോജക മണ്ഡലത്തിൽ ഷാഫി പറമ്പലിന് സ്വീകരണ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. വോട്ടർമാർക്ക് നന്ദി അർപ്പിച്ചുള്ള റോഡ് ഷോയും ക്രമീകരിച്ചിട്ടുണ്ട്. അത് വിവിധ മണ്ഡലങ്ങളിലൂടെ പോകും. അത് കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ പാനൂരിലെത്തുമ്പോൾ പാനൂർ മേഖലയിലുള്ള UDF-ന്റെ പ്രത്യേകിച്ച് ലീഗിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ലീഗിന്റെ കൂത്തുപറമ്പ് മണ്ഡലം സെക്രട്ടറി പി.കെ. ഷാഹുൽ ഹമീദ് പങ്കുവച്ച ഓഡിയോ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പറയുന്നത്, നേരത്തെ ഈ ഫലം പുറത്തു വന്നതിന് പിന്നാലെ വോട്ടെണ്ണൽ ദിനത്തിൽ വലിയ തോതിൽ വനിതാ ലീഗ് പ്രവർത്തകർ എത്തുകയും അവർ ആഘോഷ പ്രകടനങ്ങളിൽ, ആഹ്ലാദ പ്രകടനങ്ങളിലൊക്കെ അതിനുശേഷം നടന്ന പ്രകടനങ്ങളിലൊക്കെ കാര്യമായി പങ്കാളിത്തം വഹിക്കുകയും ചെയ്തു. സ്വാഭാവികമായും അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും. അതിന് പിന്നാലെ ചില വിമർശനങ്ങൾ ഉയർന്നു എന്നാണ് ലീഗ് കേന്ദ്രങ്ങൾ പറയുന്നത്. വനിതാ ലീഗിന്റെ പ്രവർത്തകർ വലിയ തോതിൽ പൊതുവിടത്തിലേക്ക് എത്തി വലിയ ആവേശത്തിമിർപ്പും ഒക്കെ പ്രകടിപ്പിക്കുന്നു. അതിനെയാണ് ലീഗ് നേതാവ് വിമർശിക്കുന്നത്. മതപരമായ നിയന്ത്രണമുണ്ട്, അതുകൊണ്ട് വനിതാ ലീഗിന്റെ പ്രവർത്തകർ, വനിതകളായിട്ടുള്ള ആളുകൾ അത്തരം പരിപാടിയിൽ റോഡ് ഷോയിൽ പങ്കെടുക്കേണ്ടതില്ല. പകരം അവർക്ക് സ്ഥലം നിശ്ചയിച്ച് നൽകും. അങ്ങനെ പാനൂരിൽ ഷാഫി പറമ്പലിന്റെ റോഡ് ഷോ എത്തുമ്പോൾ അവർക്ക് നിശ്ചയിച്ച് നൽകിയ സ്ഥലത്ത് നിന്ന് അഭിവാദ്യം അർപ്പിക്കാം, അവർ പങ്കെടുക്കണം. പക്ഷേ റോഡ് ഷോയുടെ ഭാഗമാകേണ്ടതില്ല. ആവേശത്തിമിർപ്പൊന്നും വേണ്ട, അങ്ങനെയുള്ള വലിയ തോതിൽ ആനന്ദ നൃത്തമാടുന്ന പരിപാടികളൊന്നും വേണ്ട എന്നാണ് ലീഗ് നേതാവ് പറയുന്നത്. പൊതുവെ ലീഗിന്റെ ഇത്തരം നിലപാട് സംബന്ധിച്ചൊക്കെ പലതരം ചർച്ചകൾ പൊതുവെ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും ഒക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടി ഭാഗമാണ് എന്ന് കരുതണം. ഈ വോട്ടെണ്ണൽ ദിനത്തിലാണ് വലിയ തോതിലുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ പല കേന്ദ്രങ്ങളിലും നടന്നിരുന്നു. കൂത്തുപറമ്പ്, തലശ്ശേരി മണ്ഡലങ്ങൾ വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ്. അവിടങ്ങളിലെല്ലാം സമാനമായ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. പാനൂരിലേക്കും ഇന്നാണ് ആ പരിപാടി നടക്കുന്നത്. ഷാഫി പറമ്പിൽ വിവിധ മണ്ഡലങ്ങളിലൂടെ എത്തും. ആ സ്വീകരണ പരിപാടികൾ ഇന്ന് വൈകിട്ട് പാനൂരിൽ എത്തുകയും ചെയ്യും. അപ്പോഴാണ് ഈ തരത്തിലുള്ളൊരു നിയന്ത്രണം. യഥാർത്ഥത്തിൽ വനിതാ ലീഗ് പ്രവർത്തകരെ വിലക്കുകയാണ് ലീഗിന്റെ മണ്ഡലം, കൂത്തുപറമ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറി ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ലീഗ് എന്തെങ്കിലും ഒരു വിശദീകരണത്തിന് തയ്യാറായിട്ടില്ല. അതിനെക്കുറിച്ച് പൊതുവിൽ ലീഗ് കേന്ദ്രങ്ങൾ പറയുന്നത് അതൊരു മതപരമായ നിയന്ത്രണത്തെക്കുറിച്ച് നേതാവ് സംസാരിക്കുക മാത്രമാണ് ചെയ്തത്. അതിനപ്പുറത്തേക്ക് അവർ ആ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല എന്ന നിലയ്ക്കുള്ളൊരു വിശദീകരണമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പൊതുവിൽ ആ നേരത്തെയുള്ള പരിപാടിയുടെ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമാകും. വനിതാ ലീഗ് പ്രവർത്തകരുടെ വലിയ സാന്നിധ്യം ഉണ്ടായിരുന്നു. വോട്ടെണ്ണലിന് ശേഷം വലിയ ലീഡിലേക്കും വലിയ വമ്പൻ വിജയത്തിലേക്കും ഷാഫി പറമ്പിൽ എത്തിയതിന് പിന്നാലെ വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ വിവിധ കേന്ദ്രങ്ങളിൽ നടന്നിരുന്നു. അതിൽ പാനൂരിൽ വനിതാ ലീഗ് പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഉയർന്ന വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ലീഗ് പ്രാദേശിക നേതൃത്വം ചെയ്യുന്നത്. വേണം. ശരി, ഷാഫി പറമ്പലിന്റെ റോഡ് ഷോയിൽ വനിതാ ലീഗിന് വിലക്ക്. സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.